കേരളത്തിലെ യുവജന പോരാട്ടത്തിൻ്റെ ചരിത്രത്തിലെ ഉജ്ജ്വല നക്ഷത്രമാണ് സഖാവ് പുഷ്പൻ. വെടിയുണ്ടകൾ കൊണ്ട് തളരാത്ത വിപ്ലവ വീര്യത്തിൻ്റെ അവസാന വാക്ക്. കൂത്തുപറമ്പിലെ 5 രക്തസാക്ഷികൾക്കൊപ്പം ഇനി അമരസ്മരണ. കൂത്തുപറമ്പിലെ സമരവീര്യത്തിന്റെ ജീവിക്കുന്ന സ്മാരകമായിരുന്നു പുതുക്കുടി വീട്ടിൽ പുഷ്പൻ എന്ന സഖാവ് പുഷ്പൻ. 3 പതിറ്റാണ്ടിനൊപ്പം കേരളം ഹൃദയം കൊണ്ട് ഏറ്റുപാടുന്ന ഇതിഹാസ ജീവിതം. രാജീവൻ, റോഷൻ, മധു, ബാബു, ഷിബുലാൻ അവർ 5 പേർ നിറനെഞ്ച് ഭൂമിക്ക് ബലികൊടുത്തു വീണപ്പോൾ വീണിട്ടും വീഴാതെ പൊരുതി നിന്നവരെ കാലവും ചരിത്രവും വിളിച്ച പേരാണ് സഖാവ് പുഷ്പൻ. കേരളത്തിലെ വിപ്ലവ യുവത വെള്ളക്കൊടിയിലെ നക്ഷത്രത്തെ പോലെ ഉയർത്തിപ്പിടിച്ച ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും മറുപേര്. നവംബർ 25 അന്നാണ് കരുണാകരൻ സർക്കാരിന്റെ വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരെ, സ്വാശ്രയ കോളേജുകളിലെ സാമൂഹ്യ നീതി നിഷേധത്തിനെതിരെ പോരാടി 5 സഹപോരാളികൾക്കൊപ്പം പുഷ്പൻ കൂത്തുപറമ്പിന്റെ വിരിമാറിൽ വെടിയുണ്ടയേറ്റ് വീണത്. ആ ചോരച്ചാലുകൾക്ക് വഴിവെച്ചത് അന്നത്തെ സഹകരണ വകുപ്പ് മന്ത്രി MV രാഘവന്റെ ധാർഷ്ട്യം. കൂത്തുപറമ്പ് അർബൻ സഹകരണ ബാങ്ക് സായാഹ്ന ശാഖ ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു മന്ത്രി രാഘവൻ. ചടങ്ങിൽ അധ്യക്ഷത വഹിക്കേണ്ട മന്ത്രി N രാമകൃഷ്ണൻ വരെ പോലീസ് മുന്നറിയിപ്പിനെ തുടർന്ന് പിൻവാങ്ങി. പക്ഷെ രാഘവൻ മാത്രം പിന്മാറിയില്ല. 2000-ഓളം വരുന്ന DYFI പ്രവർത്തകരെ പോലീസ് ലാത്തിചാർജിലൂടെ ചവിട്ടിയരച്ച് കടന്നുപോകാമെന്ന് കരുതിയ രാഷ്ട്രീയ നിശംസതയുടെ കലിയടങ്ങിയത് 5 വിപ്ലവകാരികളെ വെടിവെച്ചു കൊന്നുകൊണ്ടാണ്. 24 വയസ്സുവരെ 2 കാലിൽ നിവർന്നു നടന്ന പുഷ്പന് പിന്നെ എഴുന്നേറ്റ് നിൽക്കാനായില്ല. കിടന്ന കിടപ്പിൽ പുഷ്പൻ ധീരമായി കടന്നു വന്നത് 3 പതിറ്റാണ്ടുകളാണ്. ചലനമറ്റ് കിടക്കുമ്പോഴും മനുഷ്യരെ മുഷ്ടി ചുരുട്ടി സ്വീകരിച്ച ആവേശപ്പൂമരം സഖാവ് പുഷ്പൻ എന്ന വിപ്ലവ പുഷ്പത്തെ നെഞ്ചിലേറ്റി കേരളം യാത്രയാക്കുകയാണ്. പോരാളികളുടെ വീരഗാനങ്ങൾ പോലെ തലമുറകൾ ഇനിയും ആ ജീവിതം ഏറ്റുപാടട്ടെ. പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ, സഖാവിനെ അറിയാമോ. ബിജു മുത്തത്തി, കൈരളി.